ഹായ് ഓൾ. അപ്പോൾ സൺഡേ ആയപ്പോൾ പുറത്ത് പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന്. ഉച്ച കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നൊക്കെയാണ് ഓർത്ത്. അപ്പം പിന്നെ ഓർത്ത് ഒരു ദിവസം കംപ്ലീറ്റ് പോകും. അപ്പോൾ രാവിലെ പോയി ഒന്ന് പുറത്ത് പോയിന്ന് പോകും. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് വന്നിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇതുവരെ ആ ഓണത്തിൻ്റെ ക്ഷീണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഓണം വർക്കിൻ്റെ റെസ്റ്റ് എത്ര ഉറങ്ങിയിട്ടും തൃപ്തിയാവുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ കിളിമാനൂരിലേക്ക് വെച്ച് വിട്ടു. അവിടെ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയപ്പോൾ തൊട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഷോപ്പിലെ തിരക്ക് കാരണം എങ്ങും പോകാൻ പറ്റിയിട്ടില്ല. ഈ 1.5 മാസം എങ്ങും കറങ്ങാനോ പുറത്തോ എങ്ങും പോയിട്ടില്ല. അതായിരുന്നു അവസ്ഥ. ഒരു കൂട്ടിലിട്ട അവസ്ഥയായിരുന്നു. ഡിപ്രഷൻ അടിച്ച പോലത്തെ സിറ്റുവേഷനിൽ വരെ ഞാൻ എത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ചട്നി മാമി. ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു. എൻ്റെ കസ്റ്റമേഴ്സും ഫ്രണ്ട്സും എല്ലാം പറഞ്ഞു അറിയാം. പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാനൊരു വെജിറ്റേറിയൻ ഫുഡിൻ്റെ ലവറാണ്. വെജിറ്റേറിയൻ ഫുഡിൻ്റെ മീൻസ് ദോശ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസിൻ്റെ ലവറാണ്. അവിടെ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേ ദില്ലുവിന് വലിയ മൂഡില്ലായിരുന്നു. കാരണം അവൻ നോൺ വെജ് അല്ലേ, അയ്യോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛമായിരുന്നു അവന്. അങ്ങനെ അവരുമായിട്ട് പോയി. ഞാനിതിൻ്റെ ഉള്ളിലെ ആംബിയൻസ് ഒക്കെ ഞാൻ കുറേ വീഡിയോസിലും ഫോട്ടോസിലും കണ്ടിട്ടുണ്ടായിരുന്നു. മിക്കവരും അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇൻറ്റീരിയർ എന്നുള്ളതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റാണ്. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസും എല്ലാം നല്ലതാണ്. ഫുഡ് പിന്നെ ഞാൻ പറയണ്ട, എന്തായാലും അടിപൊളി ഐറ്റംസാണ്. ഞാൻ പറഞ്ഞിരുന്നത് അവിടുത്തെ സ്പെഷ്യൽ ഓപ്പൺ മസാല ദോശയും, ചേട്ടൻ പറഞ്ഞിരുന്നത് തട്ട് ദോശ വിത്ത് കടലക്കറി, അതുപോലെ തന്നെ ജാനിക്കുട്ടി ഗീ റോസ്റ്റ്, ദില്ലു സാമ്പാർ ഡിപ്പ് ചെയ്തിട്ടുള്ള ഇഡ്ഡലിയാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാം ഫുഡ് അടിപൊളിയായിരുന്നു. അതിൽ കൂട്ടത്തിൽ ദില്ലുവിനെ മാത്രം എനിക്ക് അത്രയും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം അടിപൊളി തന്നെയായിരുന്നു. ജാനിയുടെ ഗീ റോസ്റ്റ് നല്ല ക്രിസ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഫുള്ളും കഴിച്ചായിരുന്നു. ഇതിപ്പോൾ എൻ്റെതാണ് ഈ ഓപ്പൺ മസാല ദോശ. അത് ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുള്ള എക്സ്പ്രഷനാണ്. ചേട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. പക്ഷേ ഭയങ്കര ഹെവിയാണ്. ഒരാൾക്ക് എന്നെ കൊണ്ടൊന്നും ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞങ്ങൾ ഫിൽറ്റർ കോഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദില്ലുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രീൻ ആപ്പിൾ മൊജിറ്റോ. അതും സൂപ്പർ തന്നെയായിരുന്നു. പിന്നെ ഇതിൻ്റെ പുറത്ത് ഇത്രയും നല്ല ആംബിയൻസ് ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒന്നും ആരുടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ മാത്രമേ ഇൻറ്റീരിയറിൻ്റെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്. കുറേ പേര് ഇട്ടുമൊക്കെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. പക്ഷേ പുറത്ത് ഇത്രയും നല്ല ആംബിയൻസ് ഉണ്ടെന്നും ഇങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഫുൾ ഗ്രീനറി ആയിട്ട് അടിപൊളി നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഇരുന്ന് നമുക്ക് സംസാരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലം. അവിടെ ഫുഡ് സെർവ് ചെയ്യണമെന്ന് തോന്നുന്നു. കാരണം ടേബിളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആരും കഴിക്കുന്നതൊന്നും കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ചുമ്മാ വീഡിയോസൊക്കെ എടുത്ത് ദില്ലുവിനും ഞാനിക്കും ഓടി കളിക്കാൻ സ്ഥലം കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. പിന്നെ ഒരുപാട് തിരക്കില്ല. ഞങ്ങൾ ചെന്നപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് ലേറ്റായിട്ടാണ് ചെന്നത്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ പാർക്ക് ചെയ്യാനും നല്ല സൗകര്യമുണ്ട്. എവിടെ തന്നെ ഒരു ടീ ഷോപ്പ് ഓപ്പൺ ആയെന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം മുന്നേ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് മരം ചായ ഷോപ്പ് എന്നാണ് പറഞ്ഞിട്ട് ഒരെണ്ണം. അവിടെയും എനിക്ക് തോന്നുന്നു നല്ല സ്നാക്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നാടൻ സ്നാക്സൊക്കെ ഉണ്ടെന്ന് കണ്ടു. അത് പക്ഷേ ട്രൈ ചെയ്തില്ല. എന്തായാലും ഇവർക്ക് രണ്ടുപേരെ ഞാൻ പിടിച്ചിരുത്തി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി 2 മിനിറ്റ് അടങ്ങിയിരുന്നതാണ്. അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉള്ള ഓട്ടോ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് വയറ് നിറച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നേരെ ഇങ്ങ് വന്നു. പിന്നെ സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ആ ഫുഡ് കഴിച്ചത് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ലഞ്ചൊന്നും കഴിച്ചില്ല. അപ്പം തൊട്ട് ഞങ്ങൾ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കിടപ്പായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഓണത്തിൻ്റെ ക്ഷീണവും പിന്നെ ഇവർക്ക് 2 പേർക്കും മടിയും. വേറെ കാര്യമൊന്നുമില്ല.